അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായി വർഷങ്ങൾക്ക് ശേഷം ഒരു സദസ്സിനെ സംബോധന നടത്തുമ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അങ്ങനെ കണക്കൂട്ടി നോക്കുമ്പോൾ ഏകദേശം വർഷങ്ങൾ 10-30 കഴിഞ്ഞിട്ടുണ്ടാവും. അന്ന് പാതിരാത്രിയിൽ എൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് ഇടയിൽ ഇരുന്നിട്ട് ആ പഠിപ്പിച്ചെന്ന ദിക്ർ ഒരൊറ്റ രാത്രിയും വിടാതെ ഞാൻ ചൊല്ലി പതിവാക്കിയിട്ടുണ്ട്. അതാണ് പതിവാക്കി. ഇത്രയും വർഷം സദസ്സിൽ നിന്നൊരാൾ എണീറ്റ് ചോദിച്ചു, ഒറ്റ രാത്രി ഒഴിവാക്കിയിട്ടില്ല? ഇല്ല, ഒറ്റ രാത്രി വിട്ടില്ല. ഒരു രാത്രി ഒഴിവാക്കിയിട്ടില്ല. അവിടെ അതാണ് ദിക്റുമായിട്ട് നമ്മളെ ബന്ധം വേണ്ടത്. നിസ്കാരാനന്തരമുള്ള ദിക്ർ മഗ്രിബിനുണ്ട്. ചില ആൾക്കാർ അങ്ങനെ മനസ്സിലാക്കില്ല, മഗ്രിബിന് ദിക്ർ കൂടുതലാണ്. മഗ്രിബിനുണ്ട് ദിക്ർ, മഗ്രിബിനുണ്ട്. ആ 110 ദിക്റൊക്കെ മഗ്രിബിനുണ്ട്. 110 എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഈ തസ്ബീഹുകളും തക്ബീറും തഹ്മീദും കൂട്ടുമ്പോൾ 99, പിന്നെ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു 100, ഒരു 10 തഹ്ലീലും, അപ്പൊ 110 ആയില്ലേ? 110. അത് മഗ്രിബിനുണ്ട്, 5 വക്തിന് ശേഷമുണ്ട്. ചൊല്ലണം, അത് സുന്നത്താണ്. 5 വക്തിന് ശേഷവും ചൊല്ലാനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത്. മഗ്രിബിന് നേരത്തെ ദ്വാരുന്നു എഴുതിയിട്ട് ദിക്റിന്റെ സുന്നത്തൊന്നും പോകൂല, അതവിടെ ഉണ്ട്, ചൊല്ല. ഇനി നിസ്കാരം കഴിഞ്ഞിട്ട്, സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ടാണെങ്കിലും ചൊല്ല, സുന്നത്തുണ്ട്. നിസ്കാരം കഴിഞ്ഞിട്ട് ഉടനെ ചൊല്ലി അത്ര ഉണ്ടെങ്കിലും സുന്നത്ത് കിട്ടും. തിരിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴാണെങ്കിൽ അപ്പോഴും ചൊല്ല, സുന്നത്ത് നഷ്ടപ്പെടൂല. അതല്ലേ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വൻസിറാഫുഹു ലാ യുനാഫി നദ്ബ ദിക്രി. അയാൾ അവിടുന്ന് നിസ്കാരം കഴിഞ്ഞ് ഒഴിവായി പോകുന്നു എന്നുള്ളത് കൊണ്ട് ദിക്റിന്റെ സുന്നത്തിനോട് എതിരാകൂല. ദിക്റിന്റെ സുന്നത്ത് എപ്പോഴും ഉണ്ട്, ചൊല്ല, എടുക്കാം. എപ്പോഴാണെങ്കിലും ഞാനിതൊക്കെ പറഞ്ഞത് നമ്മൾ അത്രയും അത് പതിവാക്കണം. ഒരു വർഷത്തെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടാണ് ആളുകൾക്ക്. കറക്റ്റായിട്ടുണ്ടാവില്ല ഉസ്താദേ, കുറച്ചൊക്കെ പോയി. അവിടെയാണ് നമ്മൾ കഴിവ് തെളിയിക്കേണ്ടത്. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലദ്ദത്തൊക്കെ കിട്ടുക. അപ്പോഴാണ് അതൊക്കെ കടന്നിട്ട് കുറെ അപ്പുറത്തേക്ക് എത്തണം. മുഷാഹദ എന്നൊക്കെ പറഞ്ഞാൽ അല്ല 4-8 ചെല്ലികൾ 5-ാമത്തെ എനിക്ക് മുഷാഹദ ഉണ്ടാകുന്ന എടുക്കലല്ല. അതിനൊക്കെ കുറച്ച് പണിയെടുക്കണം നല്ലോണം. ആദ്യം ഈ ദിക്റുകൾ പതിവാക്കണം, ജീവിതത്തിൽ വിടാതെ കൊണ്ടു നടക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. വർഷങ്ങളോളം അങ്ങനെ കൊണ്ടു നടന്ന ദിക്ർ ഒറ്റ രാത്രിയും വിടാതെ ഞാൻ ചൊല്ലി എന്ന് പറഞ്ഞപ്പോ സദസ്സിൽ നിന്നൊരാൾ ചോദിച്ചു, അലി, സിഫീൻ യുദ്ധത്തിന്റെ രാത്രി നിങ്ങളാ ദിക്ർ ചൊല്ലിയിട്ടുണ്ടോ? അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും സങ്കീർണമായ ഒരു രാവാണ് ലൈലത്തു സിഫീൻ. ജീവിതത്തിൽ ഇതുവരെ കാണാത്ത രൂപത്തിലുള്ള ഒരു രൂപമാണല്ലോ സഹോദരങ്ങളെ സിഫീൻ യുദ്ധം. ഞാനത് വിശദീകരിക്കുന്നില്ല. വളരെയധികം പ്രതികൂലമായ സാഹചര്യം മുന്നിൽ വന്നൊരു രംഗം. അന്ന് രാത്രി ചൊല്ലിയോ? മഹാനവറുകൾ പറഞ്ഞു, അന്നും ചൊല്ലിയിട്ടുണ്ട്. ഒറ്റ രാത്രിയും ഉപേക്ഷിച്ചിട്ടില്ല. ആ രൂപത്തിലാണ് ദിക്ർ പതിവാക്കേണ്ടത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമുക്കത് പഠിപ്പിച്ചു തന്നത്. കണ്ടില്ലേ നിങ്ങൾ, സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും രണ്ടും ഒരുമിച്ചിറങ്ങിയ സൂറത്താണല്ലോ. ഒരുമിച്ചാണ് ആ സൂറത്തിന്റെ അവതരണം. 11 ആയത്തുകളാണ് 2 സൂറത്തിലും മൊത്തത്തിലുള്ളത്. സൂറത്തുൽ ഫലഖിൽ 5 ആയത്തും സൂറത്തുൻ നാസിൽ 6 ആയത്തും. ആ സൂറത്തുകൾ രണ്ടും ഇറങ്ങിയ അന്ന് രാത്രി മുതൽ വഫാത്തിന്റെ തൊട്ടു തലേന്ന് രാത്രി വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി സമയം കിടക്കുന്ന നേരമായാൽ 2 കൈയും മേൽപോട്ടുയർത്തി പിടിച്ച് ഈ 3 സൂറത്ത്, ഇഖ്ലാസ് സൂറത്തും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഓരോ തവണ കൈയിലേക്ക് ഊതിയിട്ട് മൂർദാവ് മുതൽ കാൽപാദത്തിന്റെ അടിപാദം വരെ കാൽപാദം മുഴുവനും തടവുമായിരുന്നു. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യുന്ന പണിയുണ്ട്. വഫാത്തിന്റെ തൊട്ട് തലേന്ന് തങ്ങൾ കിടക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിലാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഞാൻ സാധാരണ ചൊല്ലി ഊതാറുള്ള സൂറത്ത് ഒന്ന് ചൊല്ലിയിട്ട് നിങ്ങൾ എൻ്റെ ശരീരം തടവിത്തരൂ. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈകൾ തന്നെ പൊക്കി ആയിഷ റളിയല്ലാഹു അൻഹ കൈയിലേക്ക് ഊതി കൊടുത്തു.
അവിടുത്തെ കൈകൊണ്ട് തന്നെ ശരീരം തടവിക്കൊടുത്തു. ആയിഷ ബീവിന്റെ കയ്യിലല്ല, വഫാത്തിന്റെ തൊട്ടു തലേന്ന് വരെ പതിവാക്കിയ രൂപത്തിൽ നിലനിർത്തി പോന്നൊരു ദിക്റാണത്. അതേ വലിയൊരു പരിഹാരമാണ്, വലിയൊരു കാവലാണ് ഇഖ്ലാസു മുഅവ്വിദത്തൈൻ എന്ന് പറയുന്നത്. ജീവിതത്തിൽ വിടാതെയാണ് തങ്ങൾ ലാസ്റ്റ് വരെ അത് കൊണ്ട് പതിവാക്കിയത്. സഹോദരങ്ങളെ, നമുക്ക് വലിയ മാതൃകയുണ്ടതില്. ജീവിതത്തിൽ പതിവാക്കേണ്ടത് ഇങ്ങനെയാണ്. നിസ്കാരാനന്തരമുള്ള ദിക്റുകളില്ലേ, വലിയ പോരിശയാക്കപ്പെട്ട ദിക്റുകളാണ്. അത് കഴിവിന്റെ പരമാവധി എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരൊറ്റ ദിക്റും എണ്ണം വിടാതെ ചൊല്ലി പതിവാക്കണം. വലിയ ശ്രേഷ്ഠത ലഭിക്കുന്ന ഒരു സംഗതിയാണ്. നിസ്കാരം കഴിഞ്ഞാൽ ദിക്റിലും ദുആയിലും മുഴുകണം എന്നല്ലേ അല്ലാഹുവിന്റെ നിർദ്ദേശം. ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. നിസ്കാരം കഴിഞ്ഞാൽ ഫൻസബ്, നീ ദുആയിലും ദിക്റിലും മുഴുകണം. നിന്റെ മനസ്സ് മുഴുവനും ദിക്ർ ദുആഇന്റെ ഒരു ചിന്തയാകണം. ദിക്റിലും ദുആയിലും നീ മുഴുകുമ്പോ മറ്റു എല്ലാ ചിന്തകളിൽ നിന്നും നിന്റെ മനസ്സിനെ മുക്തമാക്കി വഇലാ റബ്ബിക ഫർഗബ്, റബ്ബിലേക്ക് മാത്രം മനസ്സുകൊണ്ട് നീ ആഗ്രഹിക്കണം. ഒരു സാധാരണ ദുആ ആണ് നടത്തുന്നത് എന്ന് കരുതരുത്. നിസ്കാരാനന്തരമുള്ള ദുആയാണ്. അതേ, പല പ്രാവശ്യം നിന്റെ ശരീരത്തിലെ ശ്രേഷ്ഠമായ അവയവങ്ങൾ 7 എണ്ണം വെച്ച് അല്ലാഹുവിന്റെ മുന്നിൽ നീ സാഷ്ടാംഗമർപ്പിച്ചു. ഒരുപാട് പ്രതിജ്ഞകൾ നീ നടത്തി. തസ്ബീഹുകൾ ധാരാളം ചൊല്ലി, സ്വലാത്തുകളും ചൊല്ലി. ഒക്കെ കഴിഞ്ഞ് നേരെ ഇരിക്കുന്ന ഇരുത്തമുണ്ടല്ലോ, അതിൽ തന്നെ നീ അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുന്നു. നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആ അല്ലാഹു പ്രത്യേകം പരിഗണിക്കുന്ന ദുആയാണ്. നിന്റെ മനസ്സ് നീ ഒന്ന് നന്നാക്കണം. അല്ലാഹുവിലേക്ക് നല്ലോണം ആഗ്രഹിച്ചുകൊണ്ട് മനസ്സ് തിരിക്കണം. അങ്ങനെ ദിക്ർ ചൊല്ലുമ്പോഴും ദുആ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സ് ആ ദിക്ർ ദുആഉമായി നല്ല കണക്ഷൻ ഉണ്ടാക്കി തീർക്കണം. സഹോദരങ്ങളെ, ഒന്നാമതായി ഞാൻ പറഞ്ഞു വന്നത് നിത്യജീവിതത്തിൽ പതിവാക്കേണ്ട ദിക്റുകൾ കൂടുതൽ ശ്രദ്ധിക്കുക. അതിലേറ്റവും കൂടുതൽ നമ്മൾ പതിവാക്കുന്ന ദിക്റാണ് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദിക്ർ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉപയോഗങ്ങളുണ്ടല്ലോ, വെള്ളം കുടിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, വസ്ത്രം ധരിക്കുമ്പോഴൊക്കെ ഹംദ് ചൊല്ലാൻ മറക്കരുത്. തുടക്കത്തിൽ ബിസ്മി ചൊല്ലാൻ മറക്കരുത്. അതൊരു പ്രത്യേക ശുക്റാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾക്കുള്ള വലിയൊരു ശുക്റാണ്. അതെപ്പോഴും നമ്മുടെ മനസ്സിൽ ബോധമുണ്ടാകണം. അങ്ങനെ ബോധമുണ്ടാകുമ്പോഴാണ് ബിസ്മില്ലാഹി ചൊല്ലാൻ മറക്കാതിരിക്കുന്നത്. ആ ഓർമ്മയാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. ആ ഓർമ്മയാണ് നമ്മൾ ജീവിതത്തിൽ പതിവാക്കി കൊണ്ടുവരേണ്ടത്. എന്ത് കുടിക്കുകയാണെങ്കിലും, വെള്ളമാണെങ്കിലും, ചായയാണെങ്കിലും, ജ്യൂസാണെങ്കിലും ഒക്കെ ബിസ്മില്ലാഹി ചൊല്ലാൻ മറക്കാതിരിക്കുക. അത് കഴിഞ്ഞാൽ ഉടനെ ഹംദ് ചൊല്ലാൻ മറക്കാതിരിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല ആ ബിസ്മിയിലും ഹംദിലും തരുന്നൊരു ബറക്കത്ത് അതൊന്ന് വേറെ തന്നെയാണ്. ജീവിതത്തിൽ അത് പതിവാക്കുന്നതോടൊപ്പം ദിക്റും ദുആഉം മനസ്സിരുത്തി ചൊല്ലാനുള്ളൊരു കഴിവ് നേടിയെടുക്കണം. സാധാരണ എപ്പോഴും നാവ് കൊണ്ട് മാത്രമുള്ള ദിക്റാകരുത്. ദിക്റിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിക്ർ മനസ്സും നാവും രണ്ടും സ്പർശിച്ചുകൊണ്ടുള്ള ദിക്റാണ്. 3 തരം ദിക്റുണ്ടെന്ന് മഹാന്മാര് പറഞ്ഞു. നാവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ദിക്റുണ്ട്, ഖൽബുമായിട്ടൊരു ബന്ധവും ഇല്ല. അതിനും കൂലി ലഭിക്കുമോ? കൂലി ലഭിക്കും. പക്ഷേ ദിക്റിന്റെ യഥാർത്ഥ ലക്ഷ്യമാകുന്ന ശരീരവും മനസ്സുമൊക്കെ അറിഞ്ഞിട്ടുള്ളൊരു മാറ്റമില്ലേ, ആ ഒരു മാറ്റം കിട്ടാൻ ഈ ദിക്ർ പോരാ. മനസ്സും ഖൽബും മനസ്സും നാവും ബന്ധിച്ചുകൊണ്ടുള്ള ദിക്ർ, ആ ദിക്റിനാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത്. മനസ്സ് അതുമായിട്ടൊരു ബന്ധം വേണം. അതിന് മനസ്സിന് നല്ല സ്വഫാ ലഭിക്കണം. ഖൽബിൽ നിന്ന് ഒഴിവാക്കേണ്ട കീടങ്ങൾ മുഴുവനും ഒഴിവാക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ,
സലാസുൻ ഹുന്ന അസ്ലു കുല്ലി ഖതീഅ. 3 വിഷയങ്ങൾ, ഖൽബുമായി ബന്ധപ്പെട്ട 3 വിഷയങ്ങളാണ് എല്ലാ തെറ്റുകുറ്റങ്ങളുടെയും അടിസ്ഥാനം. ഏതെല്ലാം തെറ്റുകുറ്റങ്ങൾ നമുക്ക് ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ 3 കാര്യങ്ങളാണ് അതിൻ്റെ അടിസ്ഥാനമെന്ന് തങ്ങൾ പറഞ്ഞു. ഫത്തഖൂഹുന്ന, ആ 3 എണ്ണത്തെ നിങ്ങൾ സൂക്ഷിക്കണം. വഹ്ദറൂഹുന്ന, 3 എണ്ണത്തെ നിങ്ങൾ കരുതിയിരിക്കണം. 3 എണ്ണം നമ്മുടെ ഖൽബുമായി ടച്ച് ചെയ്ത് വരുന്നത് എപ്പോഴും സൂക്ഷിക്കണം. എപ്പോഴെങ്കിലും ടച്ച് ചെയ്ത് വരികയാണെങ്കിൽ പിടിച്ചു മാറ്റണം. അതേ, അസ്തഗ്ഫിറുല്ലാഹ്, എൻ്റെ ഖൽബിൽ അങ്ങനെ ഒരു ചിന്ത വന്നു പോയല്ലോ, ഇനി ഞാൻ അങ്ങനെ ചിന്തിക്കാനില്ല എന്ന് കരുതിയിട്ട് മനസ്സിനെ അതിൽ നിന്ന് മുക്തമാക്കിയെടുക്കണം. 3 വിഷയങ്ങൾ പറഞ്ഞപ്പോ ഒന്നാമതായി തങ്ങൾ പറഞ്ഞു, ഇയ്യാകും വൽ കിബ്ർ, കിബ്റിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഖൽബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കിബ്ർ. പല രോഗങ്ങളുടെയും തെറ്റുകളുടെയും അടിസ്ഥാനം കിബ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ കിബ്റല്ലേ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാതിരിക്കാൻ ഇബ്ലീസിനെ പ്രേരിപ്പിച്ചത് കിബ്റാണ്. അവൻ എത്ര വലിയ ലെവലിലായിരുന്നു, എത്ര വലിയ ഉന്നതിയിലായിരുന്നു. ഏറ്റവും വലിയ അധപ്പതനത്തിലേക്ക് അവനെ കൊണ്ടുപോയത് ചെറിയൊരു അധപ്പതനമാണോ? അല്ല. അവന് കിട്ടിയ ശാപം ചെറിയ ശാപമാണോ? അല്ല. വഇന്ന അലൈക്കൽ ലഅനത ഇലാ യൗമിദ്ദീൻ, മരിച്ചു കഴിഞ്ഞാലും തീരാത്ത ശാപമല്ലേ ഇബ്ലീസിന് അല്ലാഹു നൽകിയിരിക്കുന്ന ശാപം. സഹോദരങ്ങളെ, ഇബ്ലീസിന്റെ മരണമുണ്ടോ? മരണം ഉണ്ട്. എപ്പോഴാണ് മരണം? അല്ലാഹു തആല പറഞ്ഞില്ലേ, ഫഇന്നക മിനൽ മുല്ലരീന ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം. പടച്ചോനെ, എനിക്കൊരു കാര്യം നിന്നോട് ചോദിക്കാനുണ്ട്. എന്നെ സ്വർഗത്തിൽ നിന്ന് നീ പുറത്താക്കി സ്വർഗത്തും പോകാൻ പറഞ്ഞില്ലേ, എനിക്ക് നീ താമസം തരണം, ദീർഘായുസ് തരണം. ഇലാ യൗമി യുബഅസൂൻ, പുനരുദ്ധാരണ ദിവസം വരെ എനിക്ക് നീ ആയുസിട്ട് തരണം എന്ന് പറഞ്ഞാൽ മരണമല്ലാതെ രക്ഷപ്പെടുത്തി തരണം എന്നർത്ഥം. പുനരുദ്ധാരണ ദിവസം വരെ, മരണം അവനും പേടിയാ. പുനരുദ്ധാരണ ദിവസം വരെ, പുനർജീവിതം വരെ എനിക്ക് നീ താമസം തരണം. അല്ലാഹു തആല പറഞ്ഞു, ഇന്നക മിനൽ മുൻദരീൻ. ഏതായാലും നീ ചോദിച്ചില്ലേ, നിനക്ക് താമസം ഉണ്ട്. പക്ഷേ നീ ചോദിച്ചത്രല്ല. ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം, അറിയപ്പെട്ട ഒരു ദിവസത്തിലെ നിർണയിക്കപ്പെട്ട സമയം വരെ. അതെപ്പോഴാണ്? ഒന്നാമത്തെ ഊത്ത് ലോകത്ത് സംഭവിക്കുമ്പോൾ. സൂറിൽ ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാം ഒന്നാം ഊത്ത് നടത്തുന്ന സമയത്തോടുകൂടെ ഇബ്ലീസിന്റെ കാലാവധി കഴിഞ്ഞു. അത്രയും ആയുസ് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിലും ലഅനത്ത് തീർന്നിട്ടില്ല. ലഅനത്ത് ഏതുവരെയുണ്ട്? വഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ, പുനർജീവിത നാൾ വരെ എൻ്റെ ലഅനത്ത്, എൻ്റെ ശാപം നിനക്കുണ്ട്. ഒറ്റ കിബ്ർ കാരണം കിട്ടിയ ശാപമാണത്. നിങ്ങൾ നോക്ക്, എന്തൊരു കിബ്റാണ് അവനുണ്ടായത്, എത്രമാത്രം വലിയ കിബ്റാണ് ഉണ്ടായത്. ആ കിബ്ർ കൊണ്ട് എത്ര വലിയ അധപ്പതനമാണ് സംഭവിച്ചത്. ദിക്ർ നമ്മളെ ശരീരത്തെ ഒന്ന് പരിശീലിപ്പിക്കണം. ദിക്ർ സാധാരണ ഉള്ള ദിക്റല്ല, നിത്യജീവിതത്തിലുള്ള ദിക്ർ നമ്മുടെ ശരീരത്തെ ഒന്ന് പരിശീലിപ്പിക്കുക. എന്നിട്ട് നമ്മളത് അനുഭവിക്കുന്നവരാകണം. അബൂ ത്വാലിബിന്റെ മക്കൾ എത്ര പേരുണ്ട്? ഭക്ഷണം കഴിച്ചിട്ട് തികയാതെ വന്നപ്പോൾ അബൂ ത്വാലിബ് പറഞ്ഞു, നിങ്ങൾക്ക് ഭക്ഷണം തികയണമെങ്കിൽ എപ്പോൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അൽ അമീനെ കൂടെ കൂട്ടണം. എന്തേ കാരണം? അൽ അമീൻ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ ഭക്ഷണം കഴിക്കും പോലെയല്ല, വ്യത്യസ്തതയുണ്ടതിന്. ബിസ്മില്ലാഹി ചൊല്ലിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അബ്ബാസ് എന്നവരെ വിളിച്ച് അബൂ ത്വാലിബ് പറഞ്ഞ അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതമാണത്. അബ്ബാസേ, നിങ്ങളെ സഹോദരപുത്രനിൽ നിന്ന് ഒരുപാട് അത്ഭുതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. 8ാമത്തെ വയസ്സു മുതൽ ദീർഘകാലം പോറ്റി വളർത്തിയ ആളാണ് അബൂ ത്വാലിബ്, അവിടുത്തെ മൂത്താപ്പ. അബൂ ത്വാലിബ് അബ്ബാസ് എന്നവരെ വിളിച്ചു പറഞ്ഞു,
നിങ്ങളെ സഹോദരപുത്രനിൽ നിന്ന് ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരത്ഭുതമാണ്, എപ്പോൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും വെള്ളം കുടിക്കുകയാണെങ്കിലും യഖൂലു ബിസ്മില്ലാഹിൽ വാഹിദ്, ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പറയും അൽഹംദുലില്ലാഹിൽ വാഹിദ്. ഇത് മനസ്സിലാക്കിയിട്ട് അബൂ ത്വാലിബും ചൊല്ലിയിരുന്നു എന്ന് കാണാം. ആ അബൂ ത്വാലിബ് മക്കളോട് പറയുന്നു, ഭക്ഷണം കഴിച്ചിട്ട് പലപ്പോഴും നിങ്ങളെ പരാതിയാണ്, ഞങ്ങൾക്ക് മതിയാകുന്നില്ല, തികയുന്നില്ല, ഒക്കുന്നില്ല, വീണ്ടും വിശപ്പാണ്. എപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചാലും നിങ്ങൾക്ക് മതിയാകും. അൽ അമീന കൂടെ കൂട്ടണം. ദിക്റിന്റെ ബറക്കത്ത് അതൊന്ന് വേറെ തന്നെ അബൂ ത്വാലിബ് മനസ്സിലാക്കിയിട്ടുണ്ട്. കുട്ടിക്കാലത്ത് തന്നെയാണ് ദിക്ർ, കുട്ടിക്കാലത്ത് തന്നെ ദിക്ർ. ഭൂമിയിലേക്ക് ആദ്യം പിറന്നു വീണപ്പോൾ എന്താ ചൊല്ലിയത്? അൽഹംദുലില്ലാഹ്. സുജൂദിൽ നെറ്റി വെച്ച ശേഷം നെറ്റി ഉയർത്തിയപ്പോൾ അൽഹംദുലില്ലാ ചൊല്ലി. ഇമാം ബൂസ്വീരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹംസിയയിൽ പറഞ്ഞില്ലേ, അവിടത്തേക്ക് തസ്മീത്ത് ചൊല്ലിയത് മലക്കുകളാണ്. മലക്കുകൾ തസ്മീത്ത് ചൊല്ലിയ ആ ശബ്ദം അവിടെ ചുറ്റും കൂടിയ ഉമ്മമാരെല്ലാവരും കേട്ടു. ആമിന ബീവി റളിയല്ലാഹു അൻഹ കേട്ടു, ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ കേട്ടു, പലരും കേട്ടു. മലക്കുകൾ ചൊല്ലി യർഹമുക്കല്ലാഹ്. ആദ്യം ചൊല്ലിയ വചനം അതായിരുന്നു അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനുള്ള ശുക്ർ. അങ്ങനെ നിത്യജീവിതത്തിലുള്ള ദിക്റുകൾ ചൊല്ലി നമ്മുടെ ശരീരത്തെ പരിശീലിപ്പിക്കണം. നിസ്കാരാനന്തരമുള്ള ദിക്റുകൾ ചൊല്ലിപ്പതിവാക്കി വർഷങ്ങളുടെ പഴക്കം അതിന് വേണം. ഒരാഴ്ച ഓർഡറായിട്ട് പോയാൽ തെറ്റിയുണ്ടാവും. തെറ്റരുത്, അവിടെ പ്രശ്നം. തെറ്റരുത്. അൽ മുവാലബത്തു അലൈഹ, അതിന് അല്ലാഹു തൗഫീഖ് തരട്ടെ. പതിവാക്കണടുത്താണ് കാര്യമുള്ളത്. മഹാന്മാരൊക്കെ വിജയിച്ചത് അവിടെയുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രഭാഷണം നടത്തുമ്പോൾ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജീവിതത്തിൽ ഏറ്റവും പ്രാരാബ്ധം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു നേരം, സഹായത്തിന് കുടിയിലെ വീട്ടിലെ ജോലി ആവശ്യത്തിന് ഏതെങ്കിലും ഒരാളെ ഒരടിമയെ കിട്ടിയിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ആശ്വാസമായിരുന്നു. ഞാൻ അതിങ്ങനെ പറഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഉപ്പാന്റെ കയ്യിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ബന്ദികളെ കൂട്ടത്തിൽ ഒരുപാടുണ്ട്, ഒന്ന് നിങ്ങൾ ചോദിച്ചാൽ തരും. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ചോദിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ചോദിക്കണം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ മുന്തിച്ചു, നിങ്ങളാണ് ചോദിക്കാൻ നല്ലത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കാൻ വേണ്ടി പോയി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാന്ന് അറിഞ്ഞു, അങ്ങോട്ട് കയറി സലാം പറഞ്ഞു. ഉപ്പാനെ കാണാൻ വന്നതാണ്, ഇപ്പൊ വന്നിട്ടില്ലല്ലോ. ആ എന്നാ ശരി, സലാം പറഞ്ഞു തിരിച്ചു വന്നു. അല്ല വല്ലതും പറയണോ? ഒന്നും പറയണ്ട, തിരിച്ചുപോയി. അന്ന് കുറച്ച് വൈകിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെത്തിയത്. രാത്രിയാണ്, വൈകിട്ടാണ് എത്തിയത്. വന്ന ഉടനെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിരുന്നു, മോള് വന്നിരുന്നു. എന്തോ പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. ഞാൻ ചോദിച്ചു വല്ലതും പറയണോ? ഒന്നും പറഞ്ഞില്ല, തിരിച്ചുപോയി. എന്നാ ഞാൻ പോയി വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇറങ്ങി. തങ്ങൾ വരുന്നു എന്നുള്ളത് ഉറങ്ങിയിട്ടില്ല, രണ്ടുപേരും കിടന്നിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹു രണ്ടുപേരും കിടന്നിട്ടുണ്ട്. വരുന്നു എന്ന് അവരറിഞ്ഞു. അവിടുത്തെ സുഗന്ധവാസന അടിച്ച് വീശിയിട്ട്. തങ്ങൾ വരുന്നതിന് ഒരുപാട് അടയാളങ്ങളുണ്ട്. കൂട്ടത്തിലൊന്നാണ് യഫൂഹു മിൻഹുൽ മിസ്കു വൽ അംബർ, വല്ലാത്ത ഒരു സുഗന്ധം അടിച്ചു വീശും. അവിടുത്തെ ശരീരത്തിന് അല്ലാഹു നൽകിയ അതുല്യമായ സുഗന്ധം അടിച്ചു വീശും. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉപ്പ വരുന്നുണ്ടല്ലോ, നല്ല വാസന കിട്ടുന്നുണ്ട്. എഴുന്നേൽക്കാൻ വേണ്ടി വാതിലിന് അടുത്തെത്തിയപ്പോ എഴുന്നേൽക്കാൻ വേണ്ടി ചെരുപ്പിന്റെ ശബ്ദം കേട്ട് എഴുന്നേൽക്കാൻ ഒരുങ്ങിയപ്പോൾ തങ്ങൾ പറഞ്ഞു, മക്കാനക്കുമാ, നിങ്ങൾ വിരിപ്പിൽ കടന്നവരല്ലേ, അവിടെ തന്നെ കിടക്കൂ, ഞാൻ അങ്ങോട്ട് വരാം, ഞങ്ങളോട് എഴുന്നേൽക്കണ്ടെന്ന് പറഞ്ഞു.
എഴുന്നേൽക്കാൻ സമ്മതിച്ചില്ല. ഞങ്ങളുടെ രണ്ടുപേരുടെയും നടുവിൽ വന്നിരുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പിൽക്കാലത്ത് ഈ സംഭവം പറയുമ്പോൾ അനുസ്മരിക്കുന്നുണ്ട്. അവിടുത്തെ കാലിനടിയിലെ തണുപ്പ് എൻ്റെ പള്ളയിൽ തട്ടിയത് ഇന്നും ഞാൻ ഓർക്കുന്നു. കാലിനടിയിൽ തൊട്ടൊക്കെ തണുപ്പാ, ചൂടായിരിക്കും. കാലിനടിയിലെ തണുപ്പ് അത് സൗന്ദര്യത്തിൻ്റെ വേറൊരു ഭാഗമാണ്. അതെൻ്റെ പള്ളയിൽ തട്ടിയത് ഇന്നും ഞാൻ ഓർക്കുന്നു. അങ്ങനെ ഞങ്ങൾക്ക് നടുവിൽ അവിടെ ഇരുന്നിട്ട് വിഷയങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ പ്രാരാബ്ദങ്ങളും വിഷയങ്ങളൊക്കെ പറഞ്ഞു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വീട്ടുജോലി എടുത്ത്, ഒരുപാട് ഭാരമുള്ള ജോലികളെടുത്ത് സഹായത്തിനൊരാളെ കിട്ടിയിരുന്നെങ്കിൽ എന്ന ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചു. ആ ചെറിയ പ്രായം, ആ പ്രായത്തിലുള്ള വിവാഹം, 18ാമത്തെ വയസ്സിലുള്ള വിവാഹാനന്തര ജീവിതത്തിൽ സുന്ദരമായ ആ കൈവെള്ള, അതിൽ നിറയെ തണർപ്പ് വീണിരിക്കുന്നു. ജോലിയെടുത്തിട്ട് പല ഭാഗങ്ങളിലും. പഴയ കാലത്ത് ഉമ്മമാരുടെ കയ്യിലൊക്കെ ഏതെങ്കിലും അടയാളം ബാക്കിയുണ്ടെങ്കിൽ ഇപ്പൊ നോക്കിയാൽ കാണും. പുതിയ കാലത്തെ ഉമ്മമാരതല്ല. പുതിയതൊക്കെ സ്വിച്ച് ഓൺ കർമ്മം മാത്രമേ ഉള്ളൂ. മുഴുവനും അങ്ങനെയെന്നാ കേട്ടത്. പഴയ കാലത്ത് അങ്ങനെ ഉണ്ടാവും. വെള്ളം കോരിയിട്ടുള്ള ആ അലാമത്ത് അടയാളം ഉണ്ടാവും. നക്തുബുമാ ഖദ്ദമു ആസാറഹും, ജീവിതത്തിൽ നന്മ ചെയ്ത ആ പാടുകൾ, നന്മക്ക് വേണ്ടിയുള്ള അടയാളങ്ങൾ, അത് നമ്മൾ എഴുതി വെക്കുന്ന അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞില്ലേ, ആ രേഖ. അത് വലിയൊരു ശേഷിപ്പാണ്. കയ്യിലും മറ്റൊക്കെയുള്ള ആ തയമ്പ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇതൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പരിഹാരം, നിങ്ങൾ രണ്ടുപേരും കിടക്കാൻ വേണ്ടി ഇവിടെ എത്തിയാൽ, ഇദാ അതൈതുമാ മലാജിഅകുമാ, രണ്ടുപേരും കിടപ്പറയിലേക്ക് എത്തിയാൽ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് ചൊല്ലണം, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് ചൊല്ലണം, 34 തവണ അല്ലാഹു അക്ബർ ചൊല്ലണം. 100 ദിക്ർ, കുറഞ്ഞ നേരത്തെ 100 ദിക്ർ. അത് നിങ്ങൾ ചൊല്ലിയാൽ പരിഹാരം അല്ലാഹു തരും. പരിഹാരം അതുകൊണ്ട് കിട്ടിയോ? കിട്ടി. പ്രാരാബ്ദങ്ങളൊക്കെ മാറി, ആരോഗ്യം വീണ്ടും കിട്ടി, ജീവിതത്തിന് നല്ല സംതൃപ്തി ലഭിച്ചു. ദിക്റിന്റെ ആ ബറക്കത്ത് അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ചു. അനുഭവിക്കണമെങ്കിൽ അതത്രയും പവിത്രമായ വിശ്വാസത്തോടുകൂടെ നാം ആ കാര്യം നിർവഹിക്കണം.